കൽപ്പാത്തിയിൽ അല്പസമയത്തിനുള്ളിൽ ദേവരഥ സംഗമം. രഥോത്സവത്തിന്റെ അവസാന ദിനമായ ഇന്ന് വൈകിട്ടാണ് വിശ്വാസികൾ കാത്തിരിക്കുന്ന രഥസംഗമം. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് ദേവരഥ സംഗമം നടക്കുക. വിനിഷ വൃന്ദാവൻ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. വിനിഷ, വിശ്വാസവും ആഘോഷവും ഒരുപോലെ സമ്മേളിക്കുകയാണ് ഇപ്പോൾ അവിടെ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ദേവരഥ സംഗമത്തിന്റെ പുണ്യമുഹൂർത്തം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ തന്നെ കാണുന്ന ആ നിമിഷത്തിന് വേണ്ടിയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ, മറ്റാചാരങ്ങൾ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ വിവരങ്ങൾ? അസിത, ദേവരഥ സംഗമത്തിന് മുന്നോടിയായുള്ള പൂജാതിക്രമങ്ങളെല്ലാം തന്നെ, പൂജാ ചടങ്ങുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ വിശാലാക്ഷി സമേതനായ വിശ്വനാഥ ക്ഷേത്രത്തിൽ ഏകദേശം 3 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അഗ്രഹാര വീതികളിലൂടെ പ്രധാന തേര് ഉരുണ്ടുവരികയാണ്. തൊട്ട് അപ്പുറത്തുള്ള 100 മീറ്റർ അകലെയുള്ള മന്ദങ്കര ഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഈ തേരിന്റെ പ്രയാണം എന്ന് പറയുന്നത്. ഇതിനൊപ്പം മന്ദങ്കര ഗണപതി ക്ഷേത്രത്തിലുള്ള തേര്, ഗണപതിയുടെ തേര്, ഈ തേരിനൊപ്പം തിരിച്ച പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്ക് തന്നെ തിരികെ എത്തും. ഈ തിരികെ എത്തുന്നതിനോടൊപ്പം തന്നെ ഇന്ന് പ്രദക്ഷിണ വഴികളിലേക്ക് എത്തിയ മറ്റ് 2 തേരുകൾ കൂടി പ്രധാന ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തും. ഈ പ്രധാന ക്ഷേത്രാങ്കണത്തിൽ തേരുകൾ പരസ്പരം കണ്ടുമുട്ടുന്ന ഇടമാണ് തേരുമുട്ടി എന്ന് പറയുന്നത്. ഈ തേരുമുട്ടിയിൽ വെച്ചിട്ടാണ് പരസ്പരം രഥങ്ങൾ കണ്ടുമുട്ടുക. അതാണ് ദേവരഥ സംഗമം എന്ന വാക്കുകൾ കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതാണ് വിശ്വാസികൾ കാത്തിരിക്കുന്നത്. കാരണം എല്ലാ തേരുകളും ഒരു കണ്ണുകൊണ്ട്, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഒരൊറ്റ ഫ്രെയിമിൽ, നമ്മൾ ദൃശ്യമാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരൊറ്റ ഫ്രെയിമിൽ എല്ലാ തേരുകളും വന്നു നിൽക്കുന്നു എന്ന കാഴ്ച, ആ ഒരു കാഴ്ച കാണാനാണ് ഒരു വർഷമായി കൽപ്പാത്തിക്കാരെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ നിരവധി ആളുകളാണ്, ഒരു സൂചിപ്പിക്കാൻ പോലും ഇടമില്ലാത്ത രീതിയിൽ നിരവധി ആളുകളാണ് ഈ അഗ്രഹാര വീതികളിൽ എത്തിയിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ ത്രിസന്ധ്യ നേരത്താണ് ഇതിന്റെ ദേവരഥ സംഗമത്തിന്റെ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. ആ ഒരു സമയത്തോട് അടുക്കുന്നതോട് കൂടി കൂടുതൽ ആളുകൾ ഈ പ്രദക്ഷിണ വഴികളിലേക്ക് എത്തും. സാധാരണഗതിയിൽ അമ്പലങ്ങളിലേക്ക് ദേവനെ അല്ലെങ്കിൽ ഭഗവാനെ ദർശിക്കാനായി അമ്പലങ്ങളിൽ അങ്ങോട്ട് ചെന്ന ദേവനെ തൊഴുക എന്നുള്ളതാണ് വിശ്വാസപ്രകാരമുള്ള ഒരു ആചാരക്രമം എന്ന് പറയുന്നത്. പക്ഷേ കൽപ്പാത്തി ദേവരഥ സംഗമത്തെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ കൽപ്പാത്തി രഥോത്സവത്തെ കുറിച്ച് പറയുമ്പോൾ, ദേവൻ കുടുംബസമേതം, ഭാര്യാസമേതം, മക്കൾ സമേതം ഓരോ ഭക്തനെയും കാണാനായി നേരിട്ട് ഓരോ വീടുകളിലേക്ക് എത്തുന്നു, അഗ്രഹാര വീതികളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതിനാൽ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. ദേവൻ നേരിട്ട് തങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു, കണ്ടു തൊഴുന്നു. ആ ദേവനെ വഹിക്കുന്ന രഥം കെട്ടിയ വടം വലിക്കാനായി ഒരു വർഷമാണ് ഈ കൽപ്പാത്തിക്കാരെല്ലാം കാത്തു നിൽക്കുന്നത്. പ്രധാനാനുഷ്ഠാനങ്ങളോടെ, ആചാരാനുഷ്ഠാനങ്ങളോടെ അവരതിനായി കാത്തു നിൽക്കുന്നത് ഈ കൽപ്പാത്തിയിലെ അഗ്രഹാര വീതികളിലൂടെ പോകുന്ന തേര്, ആ ഉരുണ്ടു പോകുന്ന തേര് വലിക്കാനാണ്. അത് വലിക്കുക എന്നുള്ളത് ഒരു ജന്മസാഫല്യമായി കാണുന്ന വിശ്വാസികളാണ്. കാരണം ഓരോ വർഷവും ഈ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള കൽപ്പാത്തിക്കാർ അവരുടെ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ഈ കൽപ്പാത്തി തേര് വലിക്കാൻ, വടം വലിക്കാൻ, ആ തേരിനെ ഒന്ന് തൊട്ടു തൊഴാൻ, അതിലൂടെ ഒരു സായുജ്യം അടയാനുള്ള ഓരോ മനുഷ്യരുടെയും, ഓരോ വിശ്വാസികളുടെയും ആഗ്രഹം കൂടിയാണ് ഈ ദേവരഥ സംഗമം എന്ന് പറയുന്നത്. അത്രത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കുള്ള മുഹൂർത്തം ഒരുങ്ങുകയാണ്. ഏകദേശം 6 മണിയോടുകൂടി ത്രിസന്ധ്യ നേരത്താണ് ഈ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നത്.